പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ബ്രെഡ് ലസാനിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി എമ്മി ആയിട്ടുള്ള ബ്രെഡ് ലസാനിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് എല്ലാവരും തരാൻ മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്കതിന് ചിക്കൻ വേണം. ബോൺലെസ് ചിക്കനാണ്. അതൊരു 350 ഗ്രാം ചിക്കൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അത് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. ചെറിയ ക്യൂബായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒക്കെ കൂടി ഒന്ന് മിക്സാക്കി വെക്കുക. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂണോളം കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് സോയാ സോസ്, പിന്നെ പിസ്സ സീസണിങ് ഉണ്ടല്ലോ, അത് 1 ടീസ്പൂണ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒറിഗാനോ 1 ടീസ്പൂണ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ ബട്ടർ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് 2 ടീസ്പൂൺ മൈദ ഇട്ടൊന്ന് സോട്ട് ചെയ്ത് അതിനുശേഷം 2 കപ്പ് പാലും കൂടെ ഞാൻ ചേർത്തിട്ട് കട്ട ഇളക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ഒറിഗാനോ കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ സോസ് കൈവെക്കാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോകും. അതും ചെറിയ ഫ്ലെയിമിലിട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടി ഇത് തണിയുമ്പോൾ നന്നായി സെറ്റാവും. നമുക്കിതിന് മൂന്നാമത്തെ സ്റ്റെപ്പ്, നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, മസാലയൊക്കെ വരട്ടി വെച്ച അത് ഇതിലേക്കിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഈ ഓയിൽ ഒഴിച്ചിട്ട് ഒരു 2 ടീസ്പൂണോളം ഓയിൽ മതിയാവും. അതിലേക്കിട്ടിട്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കുക. ഒരു 2-3 സ്റ്റെപ്പുള്ള ഒരു പ്രോസസ്സാണ്, എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഒരുവിധ ആൾക്കാർക്ക് ഉണ്ടാക്കുന്നുണ്ടാവും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 5 മിനിറ്റിന് ശേഷം ഒരു മീഡിയം സൈസ് ഉള്ളി, അതായത് കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം കൂടെ അതുപോലെ ചേർത്ത് കൊടുക്കണം. ഇതൊന്നും ഒരുപാട് വന്ന് കുഴഞ്ഞൊന്നും പോകണ്ട, ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് ക്യാപ്സിക്കം കൂടെ ചേർത്തിട്ട് ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മിക്സ്ഡ് ഹെർബ്സോ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ പിസ്സ സീസണിങ് അങ്ങനെ എന്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ചേർക്കും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മളെ ഈ മസാലക്ക്. ഇനി അടുത്തതായിട്ട് ഞാൻ 2 മീഡിയം സൈസ് തക്കാളി ഒന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റാക്കി ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം തക്കാളി ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തക്കാളി പേസ്റ്റ് ഉണ്ടെങ്കിൽ മടിക്കാൻ കിട്ടുന്ന റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന പേസ്റ്റ് ഉണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ നന്നായി കുറുകൊന്നും ചെയ്യേണ്ട, ഇത് തന്നെയാണ് ഇതിൻ്റെ പാകം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബ്രെഡിൻ്റെ അരികളൊക്കെ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ബ്രെഡ് വെച്ചിട്ടാണല്ലോ ലസാന റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലസാന ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അത് സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാൻ പാത്രത്തിൽ ഒരു മായം പുരട്ടി വെച്ചിട്ടുണ്ട്, ഓയിലാക്കിയിട്ട്. അപ്പോൾ അതിലേക്ക് ഞാനിത് കുറച്ച് വൈറ്റ് സോസ് ആദ്യം തന്നെ എല്ലാവരും ഒന്ന് സ്പ്രെഡാക്കുകയാണേ. അതിൻ്റെ മേലെ നമുക്കിനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അടിയിലോട്ടേക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഇത് റെഡിയായ ശേഷം ബ്രെഡ് വെച്ചിട്ട് എല്ലാവരുടെയും കവർ ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ അരികൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് ആ വൈറ്റ് സോസ് തന്നെ വീണ്ടും അപ്ലൈ ചെയ്യാം. കുറച്ച് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഈ ഒരു ഫില്ലിങ് കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കവറാക്കി എടുക്കുക. പിന്നെ വീണ്ടും നമ്മളെ വൈറ്റ് സോസ് ബാക്കിയുള്ളത് കൊണ്ട് എന്തായാലും കുറച്ച് വേണം ഇതിൻ്റെ മേലെ സ്പ്രെഡാക്കാൻ. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ആദ്യം തന്നെ മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് ചേർത്തിട്ട് എല്ലായിടത്തും ഒരുപോലെ ആക്കുക. അതിനുശേഷം ഞാനിവിടെ മൊസറല്ല ചീസാണ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത്. അത് കുറച്ച് നന്നായിട്ട് തന്നെ ചീസ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യേണ്ട സമയമാണ്. ഇതൊരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ലോണം ചീസൊക്കെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്, മെൽറ്റായിട്ട്.
കണ്ടില്ലേ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഇതിൻ്റെ മേലെ ചീസ് നിർബന്ധമായിട്ട് നല്ലതുപോലെ ഇട്ട് കൊടുക്കണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് എൻ്റെ ചാനൽ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക. അപ്പോൾ ഞാൻ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്.